നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട്. 5 ജില്ലകളിൽ ഇന്ന് അവധി. അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ ശക്തമായ മഴ. പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നു. പമ്പയിൽ കുളിക്കാനിറങ്ങരുതെന്ന് ശബരിമല തീർത്ഥാടകർക്കും മുന്നറിയിപ്പ്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 1 കോടിയും 300 പവനും കവർന്ന പ്രതി പിടിയിൽ. പിടിയിലായത് വ്യാപാരി അഷ്റഫിന്റെ അയൽവാസി ലിജീഷ്. സ്വർണവും പണവും കണ്ടെടുത്തു. പാർലമെന്റ് ഇന്നും തുടരും. അദാനി അഴിമതിയിൽ ചർച്ച അനുവദിക്കാതെ സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷം. ഇരുസഭകളും പ്രക്ഷുബ്ധമാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ന് മേപ്പാടിയിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല. യുവജന പ്രതിഷേധം. മോദി ഞങ്ങളും മനുഷ്യരാണ് എന്ന മുദ്രാവാക്യമുയർത്തി. കേന്ദ്ര അനീതിക്കെതിരെ ദുരന്തബാധിത കുടുംബങ്ങളും ചങ്ങലയിൽ കണ്ണികളാണ്. പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ നടപടി തുടങ്ങിയത് 2019-ൽ. 2057 സർക്കാർ ജീവനക്കാരിൽ നിന്ന് പലിശയടക്കം തുക ഈടാക്കി. 1458 പേരുടെ പുതിയ തട്ടിപ്പ് കണ്ടുപിടിച്ചത് സർക്കാരിന്റെ തുടർ പരിശോധനയിൽ. ജാതിക്കും മതത്തിനും അതീതമായി ഒരുമിച്ചിരിക്കാവുന്ന പൊതു ഇടങ്ങൾ നമുക്കിടയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കുന്ന ചങ്ങമ്പുഴ മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തമിഴ്നാട് തിരുവണ്ണാമലയിലെ VOC നഗർ മേഖലയിൽ വൻ ഉരുൾപൊട്ടൽ. നിരവധി വീടുകൾ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിയ നിലയിലാണ്. 5 കുട്ടികളടക്കം 7 അംഗ കുടുംബം മണ്ണിനടിയിൽ അകപ്പെട്ടുവെന്നും റിപ്പോർട്ട്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. കേരളം തന്നെ ലോകമെങ്ങും അംഗീകരിക്കുന്ന ഒരു ബ്രാൻഡാണെന്നും മന്ത്രി. റെയ്ഡ്കോ ഫുഡ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് പ്രദേശങ്ങൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ. കണ്ണൂർ ജില്ലയിലെ വിളക്കോട്ടൂർ UP സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാടൻ മലയോരം സന്ദർശിച്ചു. വടകര നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഇല്ലത്ത് താഴേക്കുളം നാടിന് സമർപ്പിച്ചു. കുളം സമർപ്പണവും നഗരസഭ സൗജന്യമായി നീന്തൽ പരിശീലനം നൽകിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. UDF-ലേക്ക് പോകുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേരള കോൺഗ്രസ് എം. LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ വ്യക്തമാക്കി. LDF-ന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. പാലക്കാട് രക്തസാക്ഷി ദിനം CPI-ന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. കോട്ടയ്ക്ക് മുന്നിൽ നടന്ന ചരിത്ര സമരത്തിന്റെ 55-ാം വാർഷികവും രക്തസാക്ഷി ദിനാചരണവും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷികളുടെ കരുത്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് EN സുരേഷ് ബാബു.